എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചായിട്ട് സക്രിയയുടെ പ്രവചന ഗീതത്തിൽ തുടങ്ങി സ്നാപയോനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണത്തിൽ അവസാനിക്കുന്ന സുവിശേഷ ഭാഗമാണ്. ഇവിടെ കൃത്യമായിട്ട് സക്രിയ പ്രവാചകൻ സ്നാപകയോനാന്റെ ദൗത്യത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത്യുന്നതന്റെ മുമ്പിൽ അവന് വഴിയൊരുക്കാനായിട്ട് നീ പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും ഒടുവിൽ സ്നാപയോനെ കുറിച്ച് സുവിശേഷം ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്: ശിശു വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു, ഇസ്രായേലിന് വെളിപ്പെടുന്നതുവരെ അവൻ മരുഭൂമിയിലായിരുന്നു എന്ന് പറയുകയാണ്. ശിശു വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു, ഇസ്രായേലിന് വെളിപ്പെടുന്നത് വരെ അവൻ മരുഭൂമിയിലായിരുന്നു. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ശിശു വളർന്നു, ആത്മാവിൽ അവൻ ശക്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് ലൈഫ് തുടങ്ങുന്നതിന് മുമ്പ് സ്നാപകയോനാനും ഇങ്ങനെ ആത്മാവിനാൽ ശക്തിപ്പെടുന്നുണ്ട്. ഈശോയുടെ കാര്യത്തിൽ നമ്മൾ ഇത് തന്നെ കാണുന്നുണ്ട്. ഈശോ ഒരു പബ്ലിക് ലൈഫ് ആരംഭിക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള ഒരുക്കത്തോട് കൂടിയിട്ട് ആത്മാവിൽ ശക്തിപ്പെട്ട് കൃത്യമായിട്ടുള്ള പരീക്ഷകൾക്ക് അതിജീവിച്ച് വരുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിലാകട്ടെ സ്നാപയോനാനും ഇതുപോലെ തന്നെ ആത്മാവിൽ ശക്തിപ്പെട്ടതിന് ശേഷം ഒരു പരസ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഒരേ ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ആത്മാവിനാൽ ശക്തിപ്പെടാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.